എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാമോ നിങ്ങൾക്ക്? പക്ഷേ അറിയാമോ എന്താണെന്ന്? നമ്മുടെ രാജ്യം ഏതാണ്? നമ്മുടെ രാജ്യം ഏതാണെന്ന് പറഞ്ഞേ. നമ്മുടെ രാജ്യം ഏതാണ്? താനോ നമ്മുടെ രാജ്യം ഏതാണ്? ഓർക്കാൻ പറ. എന്ത് പറയാത്ത? നമ്മുടെ രാജ്യം ഏതാണ്? അവൻ പറ. ഏതാണ് നമ്മുടെ രാജ്യം? നമ്മുടെ രാജ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ. നമ്മുടെ രാജ്യം നമ്മളല്ലേ പറഞ്ഞേ. നമ്മുടെ രാജ്യം ഏതാണ്? മറന്നുപോയാ? 77ാമത്തെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സാറ്. അപ്പോൾ നമ്മൾ ഈ യുദ്ധത്തിൽ കാണുമ്പോഴും ഈ ഇന്ത്യ പാക് യുദ്ധം വരുമ്പോഴേക്കും നമ്മൾ രാജ്യസ്നേഹം ഉണ്ടാവും. എല്ലാവർക്കും ഈ യുദ്ധത്തിൽ കാണുമ്പോഴാണ് സൈനിക പ്രവർത്തനം അങ്ങനെയല്ല. അവർ അവർ രാജ്യത്തിൻ്റെ പതാകയുമായി നടക്കുന്നവരാണ്. അവരുടെ ജീവൻ കൈപിടിച്ച് നടക്കുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നാണ്. നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളെല്ലാവരും ഒന്നാണ്. സാറിന് 2 ദിവസം സംസാരിക്കും. സാർ 2 ദിവസം സംസാരിക്കാം. 2 ജീവിതാനുഭവങ്ങൾ പറയാനായിട്ട് എനിക്ക് ഒരുപാടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 30 വർഷം സൈനിക സേവനം അനുഷ്ഠിച്ച് റിട്ടയർഡായി. ഒരു പട്ടാളക്കാരൻ ഒരിക്കലും റിട്ടയർഡ് ആവത്തില്ല. പേപ്പറിലൂടെ മാത്രമേ റിട്ടയർഡ് ആവുള്ളൂ. അവരുടെ രാജ്യസ്നേഹം എന്നും എപ്പോഴും നിലനിൽക്കും. പിന്നെ കുട്ടികളാണ്, അവർക്ക് നമ്മളാണ് രക്ഷാകർത്താക്കളാണ് അവർക്ക് പ്രചോദനം കൊടുക്കേണ്ടത്. രാജ്യത്തെ പറ്റിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷാകർത്താക്കളാണ്. അവർ എന്താണ് രാജ്യം എന്താണെന്നൊക്കെ അവർക്കിപ്പോൾ ഒന്നും അറിയത്തില്ല. പക്ഷെ അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ടീച്ചർ ചെയ്യുന്നുണ്ട്. അതിൽ കൂടി തന്നെ രക്ഷാകർത്താക്കളും അതുപോലെ മോട്ടിവേറ്റ് ചെയ്യണം. കുട്ടികളുടെ രാജ്യസ്നേഹം ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക് രാജ്യസ്നേഹം വളർത്തിയെടുക്കാൻ പറ്റിയ സമയം കുട്ടികളിലൂടെ. അപ്പോൾ അത് രക്ഷാകർത്താക്കളും അത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. എന്താണ് ഇപ്പം നമ്മളെ പൂർവികരെ അവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ ഓരോരുത്തരായിട്ട് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ആരും ഈ വന്ന കാലത്ത് ആർക്കും അറിയത്തില്ല. ഇപ്പം എല്ലാവരും പിന്നെ കോളേജ് തലത്തിലും ഹയർ എഡ്യൂക്കേഷൻ എല്ലാം പോകുന്നുണ്ട്. പക്ഷേ അവർക്കുള്ള പൂർവികരെ അവർ മറന്നുമുള്ള ഒരു ജീവിതമാണ്. അപ്പം ഈ ചെറു പ്രായത്തിൽ അവർക്ക് അത് അവരെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ എല്ലാവരും അത് ശ്രമിക്കണം. പല ചിത്രകഥകളും ഈ പൂർവികരെ പറ്റിയുള്ളത് അതൊക്കെ വായിപ്പിക്കാനുള്ള ഒരു പ്രചോദനം, വായിക്കാനുള്ള ഒരു പ്രചോദനം അവർക്ക് കൊടുക്കണം. അത്രയേ ഉള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. പറഞ്ഞ എല്ലാവരും ഉച്ചത്തി പറഞ്ഞു കൊടുക്കേ. ഉച്ചത്തി കൈ ഉയർത്തി പറ. ജയ് ഹിന്ദ്. മോളെ തുടങ്ങാം. വരി വരി നമുക്ക് അതിന്റെ ഫ്രണ്ടിലോട്ട് നിൽക്കാം. മക്കളെ പതാക ഉയർത്തണ്ടേ? എല്ലാവരും ചെരുപ്പ് അവിടെ ഊരിട്ടിട്ട് ചെരുപ്പ് ഊരിട്ടിട്ട് വരും. ചിഞ്ചു ഫോട്ടോ മക്കളെല്ലാരും കൊണ്ടിട്ട് ആകെ ഒരു പതാക Namaste.
ചെറുതായിട്ട്